മുനമ്പം സമരപ്പന്തലിലെത്തുന്ന കോൺഗ്രസ് നേതാക്കൾ വഖഫ് വിഷയം സംസാരിക്കാതെ ചർച്ച ബില്ലെന്ന പുതിയ പ്രചരണം നടത്തുകയാണെന്ന് ന്യൂനപക്ഷ മോർച്ച. ഇതുവരെ പാർലമെന്റിലോ പാർട്ടിക്കകത്തോ ചർച്ച ചെയ്യാത്ത കാര്യം പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ബിജെപിയിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണ്. മണിപ്പൂർ പ്രചരണം പൊളിഞ്ഞതോടെയാണ് പുതിയ വ്യാജ പ്രചരണമെന്ന് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ് പറഞ്ഞു. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളിലെല്ലാം ചർച്ച് ബില്ല് നടപ്പിലാക്കാൻ പോകുന്നുവെന്നാണ് പറയുന്നത്. പള്ളികൾ പിടിച്ചെടുക്കുന്നതാണ് ബില്ലെന്നും കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു. എന്നാൽ പാർലമെന്റിലോ ബിജെപിക്കകത്തോ ഇതുവരെ ചർച്ച് ബില്ലെന്നത് ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിനിധികൾ പ്രത്യേകിച്ച് ഹൈബി ഈഡനും വി ഡി സതീശനും എല്ലാം പറയുന്നത് മുനമ്പം സമരത്തെക്കുറിച്ച് അവരാരും സംസാരിക്കില്ല. അവർ സംസാരിക്കുന്നത് ചർച്ച് ബില്ല് ഉടനെ വരും. ഇതുവരെ ചർച്ച് ബില്ലിനെ കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ആ ബില്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പാർലമെന്റിലോ പാർട്ടിയോ ആരും സംസാരിച്ചിട്ടില്ല. പക്ഷെ അവർ തുടക്കം മുതൽ പറയുന്നത് ചർച്ച് ബില്ല് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബില്ല് വരും എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല, ഈ പാർട്ടി അധികാരത്തിൽ വന്നാൽ നിങ്ങളെല്ലാവരും പാകിസ്ഥാനിലേക്ക് ഓടിക്കും, അഫ്ഗാനിസ്ഥാനിലേക്ക് ഓടിക്കും, അമേരിക്കയിലേക്ക് ഓടിക്കും. ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പരിപാടിയുടെ വേറൊരു ശൈലിയാണ് ഈ ചർച്ച് ബില്ല് വരും എന്ന് പറയുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായ വഖഫ് നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒളിച്ചുകളി. ഇത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണെന്നും ന്യൂനപക്ഷ മോർച്ച ചൂണ്ടിക്കാണിക്കുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബിജെപി വിരുദ്ധ സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ന്യൂനപക്ഷങ്ങളെ ബില്ലിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെന്നും ന്യൂനപക്ഷ മോർച്ച ആരോപിച്ചു. മണിപ്പൂർ പ്രചരണം പൊളിഞ്ഞതോടെയാണ് ചർച്ച് ബില്ലെന്ന പുതിയ അടവുമായി ഇടതു വലതു മുന്നണികൾ രംഗത്തെത്തിയതെന്ന ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത്. സമരത്തിന്റെ ആദ്യ ദിനം മുതൽ കൂടെയുള്ള ബിജെപി വിജയം വരെ ഒപ്പമുണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.